നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനാമ്മയെ പോലെ ഒരമ്മയും മോൾക്ക് തന്ന ദേവി മോളുടെ അസുഖം ഭേദമാക്കി തരും. എനിക്കറിയാങ്ങളെ, ദേവി എല്ലാം കാണുന്നവളാ. മോള് ദേവിയോട് പ്രാർത്ഥിക്ക്, എല്ലാം നടക്കും. കുറെ നേരമായല്ലോ നീ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. മാധവേട്ടന് വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കാൻ ഞാൻ പണം ചോദിച്ച അന്ന് മുതൽ നിന്റെ ഈ കളിയാട്ടം തുടങ്ങിയത്. വീട്ടു ചെലവിൽ ഒരു പങ്ക് നീ വഹിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം നിനക്കുണ്ട്. ഇനി മുതൽ വീട്ടു ചെലവിന് ഇവിടേക്ക് നീ ഒരു ചില്ലി കാശ് പോലും തരണ്ട. എന്നാണെങ്കിലും നിന്റെ ഈ ചൊരുക്കൊന്ന് തീരുമല്ലോ. വീട്ടു ചെലവിന് കാശ് കൊടുക്കുന്ന പ്രശ്നം മാത്രമല്ല, വേറെയുണ്ട്. അമ്മയുടെ ഭാഗത്താ പ്രശ്നം. കയ്യില് കാശില്ലാന്ന് പറയുമ്പോഴും കുടുംബത്തിലെ സ്വർണ്ണക്കെ അനാഥ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. അതിനൊന്നും അമ്മയ്ക്ക് യാതൊരു സങ്കടവും ബുദ്ധിമുട്ടുമില്ല. പ്രകാശ് സത്യം പറഞ്ഞാല് ശ്വാസം മുട്ടല്. ചന്ദ്രിക, നീ വന്ദനയ്ക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ദൃക്സാക്ഷിയല്ലേ നിന്റെ മൂത്ത മോള് വസന്ത. അവള് മറ്റൊരു ബോംബിന് തീ കൊടുത്തിട്ടാ പോയെ. വസന്തൻ ഈ കുടുംബത്തിലെ സന്തതി തന്നെയാ. അവൾക്കും അനീതി കണ്ടാല് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവളെ അങ്ങനെ തഴയല്ലേ. ഇനി ഈ വീട്ടിലെ ചെലവിന് ചില്ലിക്കാശ് പോലും തരണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. വാക്ക് മാറ്റി പറയരുത്. എന്റെ കാശില്ലാതെ വീട്ടു ചെലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ഭാര്യയുടെ ചെലവിൽ ഓസിന് ജീവിക്കുന്ന ജന്തു. മനുഷ്യനെ അപമാനിക്കുന്ന ഒരു പരിധിയില്ലേ? ഏട്ടനൊന്നും നോക്കില്ലേ? മനോജ് അങ്ങോട്ട്. ഏട്ടൻ പോലും മോനെ, വസന്ത അറിയില്ലേ? വസന്ത അവള് തന്നെ. ഓരോ തവണ വരുമ്പോഴും ആനക്കെടുപ്പത് ആഹാരം അവള് കഴിക്കുന്നുണ്ട്. അതിന് പകരമായി കുടുംബപ്പോരിനുള്ള ഓരോ കാരണങ്ങളും അവള് തൊടുത്തു വിടുന്നുണ്ട്. നശിച്ചവള് കാരണം ഈ കുടുംബം തന്നെ രണ്ടായി പോയല്ലോ എന്റെ ഭഗവതി. അമ്മേ, ദേവി, എനിക്ക് മാപ്പ് തരണേ. ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണേ. ദേവി, ദേവി മാപ്പ് തരണേ. കാത്തുരക്ഷിക്കണേ. അമ്മേ, ദേവി, എനിക്ക് മാപ്പ് തരണേ. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണേ. അവിടെ എന്തായിരുന്നു അമ്മേ? അതെ, കുറച്ചു നാള് മുമ്പ് ഇവിടെ ഒരു മോഷണം നടന്നു. മോഷണോ? പൂജ നടന്നുകൊണ്ടിരുന്നപ്പോ തൊഴുത്ത് നിന്ന് ഒരു അമ്മയുടെ കഴുത്തിൽ നിന്ന് മാല കാണാതെ പോയി. എന്നിട്ട് പാവം അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. ദേവിയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. പോലീസിലൊന്നും പരാതിപ്പെട്ടില്ല. ആ അമ്മയുടെ അടുത്ത് നിന്നൊരു മുത്തശ്ശിയാ അത് കട്ടത്. കട്ട അന്നു മുതല്
അവർക്ക് ദേഹമാസകലം ചൊറിയും ചരങ്ങും വന്നുത്രേ. നന്നായി. കക്കുന്നവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നിട്ടെന്താ, എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. ഫലം കണ്ടില്ല. അവസാനം മാല മോഷ്ടിച്ചതിന്റെ ശിക്ഷയാണെന്ന് ദേവി ആ സ്ത്രീയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത്രേ. മാലയുമായി ആ സ്ത്രീ ഇവിടെ വന്ന് കുറ്റമേറ്റ് പറഞ്ഞതിന്റെ ബഹളാ മോള് കേട്ടത്. സൂപ്പർ. ആ മുത്തശ്ശി കള്ളം ചെയ്തെന്ന് ദേവിക്ക് എങ്ങനെ അറിയാവത്തനമ്മേ? എല്ലാം കാണുന്നവളല്ലേ ദേവി. ഇപ്പൊ മോൾക്ക് മനസ്സിലായോ ദേവിയുടെ ശക്തി എന്താന്ന്? മനസ്സിലായി. എന്റെ കാലും ദേവി കാണുന്നുണ്ടല്ലോ. അതും ദേവി ശരിയാക്കി തരുമായിരിക്കും അല്ലേ? തീർച്ചയായും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാലിന് സുഖമില്ലാതെ മോള് പ്രദർശനം വെക്കണ്ട, ഇവിടെ ഇരുന്നാ മതി. അമ്മ വലം വെച്ച് തൊഴുതിട്ട് വരാം കേട്ടോ? ശരി. മോളെ, ഹായ് അങ്കിൾ. മോളെന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ ഒറ്റയ്ക്കല്ല, വന്ദനമ്മയുണ്ട്. വളം വയ്ക്കാൻ പോയിരിക്ക. കാലിന് വയ്യാത്തോട്ട് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയി. ആ, ആശ്വാസം. അങ്കിളിന്റെ മനസ്സിൽ കള്ളം വല്ലതുണ്ടോ? കള്ളോ? എന്റെ മനസ്സിൽ കള്ളമുണ്ടെന്ന് നിന്റെ അമ്മയാണോ പറഞ്ഞേ? അമ്മ പറഞ്ഞില്ല, എന്നാലും ഞാൻ ചോദിച്ചതാ. എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ഇവിടുത്തെ ദേവി കള്ളം കണ്ടുപിടിക്കാൻ പിടിക്കുക. ആ, തമാശയൊക്കെ വിടും മോളെ. നമുക്ക് ഗൗരവമുള്ള കാര്യം സംസാരിക്കാം. ആ, എത്ര നാളായിട്ട് മോളെ ഈ കാലും മുണ്ടി നടക്കുന്നു? ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നല്ലേ ഉള്ളൂ. നിന്റെ വന്ദനാമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ട്. ഏതോ ഡോക്ടർ കാർത്തിക മാധവിനെ കൊണ്ട് ചികിത്സിച്ച കാല് ശരിയാവുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ട്. കാർത്തിക മാധവ് കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ടെന്താ ചികിത്സ നടത്തുന്നില്ലേ? അതിന് ഒരുപാട് പണം വേണോ അങ്കിളെ? അമ്മയുടെ കയ്യില് പണമില്ല. അപ്പോ പണമാണ് പ്രശ്നം. ആ, മോള് ക്ഷേത്രത്തിൽ വെച്ചല്ലേ പണത്തിന്റെ പ്രശ്നം പറഞ്ഞത്? എല്ലാം കാണുന്നുണ്ട് ദേവി. ദേ, മോളുടെ കാര്യത്തില് ദേവി ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വന്ദനാമ്മയെ പോലെ ഒരമ്മയെ മോൾക്ക് തന്ന ദേവി മോളുടെ അസുഖം ഭേദമാക്കി തരും. എനിക്കറിയാം അങ്കിളെ, ദേവി എല്ലാം കാണുന്നവളാ. മോള് ദേവിയോട് പ്രാർത്ഥിക്കുക, എല്ലാം നടക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.